ഇതൊക്കെ ഇത് നമ്മുടെ ബിസിനസ് മാനേജറാണ് അല്ലേ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്താ വെച്ചാൽ റീമാർക്കറ്റിംഗ് ആണ്. റീമാർക്കറ്റിംഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റീമാർക്കറ്റിംഗ് ആണ്. റീമാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിസിറ്റ് ചെയ്തവരോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്തവരെ അല്ലെങ്കിൽ നമ്മളതിൽ ഒരു 1000 പേരുടെ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിലോട്ടൊക്കെ തിരിച്ച് അവരുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ നമ്മൾ ആഡ് കാണിക്കും. അപ്പോൾ നിങ്ങൾ 4 പേരുടെ നമ്പർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ എൻ്റെ ആഡ് വരുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ എൻ്റെ ഒരു കമ്പനിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചാഡ് കാണിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില കമ്പനീസിൻ്റെ ഒക്കെ അക്കൗണ്ട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആഡുകൾ കാണാൻ പറ്റുന്നുണ്ടാവും. അതാണ് നിങ്ങൾ ചിലക്ക് സ്കിൻ കെയർ പ്രൊഡക്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്, പിന്നെ അത് റിലേറ്റ് ചെയ്ത് ആഡുകൾ ഇങ്ങനെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ വെബ്സൈറ്റിലോട്ട് ഇപ്പോൾ SEO വഴിയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് ആൾക്കാർ വരുന്നുണ്ട്. അവരൊക്കെ തിരിച്ച് ഇപ്പോൾ നിങ്ങളുടെ ബ്ലോഗിലൊക്കെ കുറേ പേര് വരുന്നുണ്ടെന്നെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് ആഡ് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്നത് മെയിൻ പാർട്ട് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഡിയൻസ് ആണുള്ളത്. നമുക്ക് കസ്റ്റം ഓഡിയൻസും ഉണ്ട്, ലുക്ക് അലൈക്ക് ഓഡിയൻസും ഉണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അതായത് നിങ്ങളൊരു ആഡ് ചെയ്യില്ലേ, ഇപ്പോൾ ചെയ്തില്ലേ, അത് ചെയ്ത സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടല്ലോ. അപ്പോൾ അതിൽ ഒരു ഓപ്ഷനാണ് കസ്റ്റം ഓഡിയൻസും ലുക്ക് അലൈക്ക് ഓഡിയൻസും. കസ്റ്റം ഓഡിയൻസ് എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആഡ് ചെയ്യുന്ന സമയത്ത് റീമാർക്കറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ബിസിനസ്സുമായിട്ട് പീപ്പിൾ ഹു ഹാവ് ഓൾറെഡി ഇൻട്രാക്റ്റഡ് വിത്ത് യുവർ ബിസിനസ്, അതായത് നമ്മൾ ബിസിനസ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തവരെ തിരിച്ച് ആഡ് കാണിക്കുന്ന പരിപാടിയാണ് എന്ത് കസ്റ്റം ഓഡിയൻസ് ആണ്. ആ ഓഡിയൻസിനെ നമ്മൾ എന്താ പറയുക, കസ്റ്റം ഓഡിയൻസ്. അതായത് നമ്മൾ ബിസിനസ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തവരെന്ന് പറയുമ്പോൾ ആരൊക്കെ വിടും, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിസിറ്റ് ചെയ്തവർ വിടും, റീല് കണ്ടവർ, ഇപ്പോൾ റീല് 2 മിനിറ്റ് 3 മിനിറ്റ് കണ്ടവർ, മുഴുവൻ കണ്ടവരും അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ് കണ്ടവർ എല്ലാവരും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും, അത് സെപ്പറേറ്റ് ആക്കാൻ പറ്റും. ഇൻട്രാക്ട് ചെയ്തവർ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിസിറ്റ് ചെയ്തവർ, ഫോളോ ചെയ്തവർ, ഇപ്പോഴത്തെ ഫോളോവേഴ്സിന് ആഡ് കാണിക്കുക, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതാണ് കസ്റ്റം ഓഡിയൻസ്. ബിസിനസ്സുമായിട്ട് ഇപ്പോൾ നമ്മളിലുള്ള ഒരു ഡാറ്റയെ തിരിച്ച് കാണിക്കുക. അപ്പോൾ നിങ്ങളതിൽ 100 പേരുടെ നമ്പർ ഉണ്ടെങ്കിൽ 100 പേരെ തിരിച്ച് ആഡ് കാണിക്കുക. നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിസിറ്റ്, ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്ത്, ലീഡ് ഫോം ഫില്ല് ചെയ്തവർ, ഇവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് ആഡ് കാണിക്കാൻ പറ്റും. ഇതാണ് കസ്റ്റം ഓഡിയൻസ്. ലുക്ക് അലൈക്ക് ഓഡിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിലില്ല കസ്റ്റം ഓഡിയൻസ് ഉണ്ടല്ലോ, അതായത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിസിറ്റ് ചെയ്തവർ, വേറെ ആരെങ്കിലും എഴുതി വെക്കണമൊക്കെയാണ് കസ്റ്റം ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ. ലുക്ക് അലൈക്ക് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ലുക്ക് അലൈക്ക് കേട്ടോ ഞാൻ പറയുന്നത്. കസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഓൾറെഡി ഇൻട്രാക്ട് ചെയ്താൽ തിരിച്ചു തരില്ല. ലുക്ക് അലൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കസ്റ്റം ഓഡിയൻസ് നമ്മളെ കയ്യിലുണ്ട്, അതായത് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തവർ, അതേപോലെ നമ്മളിൽ ഒരു 1000 പേരുടെ നമ്പറും ഇമെയിൽ ID ഉണ്ട്, ഇതാണ് കസ്റ്റം ഓഡിയൻസ്. അവർ തിരിച്ചു കാണിക്കുക. ലുക്ക് അലൈക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമ്മൾ ഈ കസ്റ്റം ഓഡിയൻസിനെ സെലക്ട് ചെയ്യും. അതായത് ലുക്ക് അലൈക്കിൽ കൂടെ പോയിട്ട് ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മളില്ല ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിസിറ്റ് ചെയ്തവർ, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തവരെ നമ്മൾ സെലക്ട് ചെയ്യും. പക്ഷേ ഇത് കാണാൻ പോകുന്നത് അവരെയല്ല കാണിക്കാൻ പോകുന്നത്, അവരുടെ അതേ സ്വഭാവമുള്ള പുതിയ ആൾക്കാരെ കാണിക്കും. അതായത് എക്സാമ്പിൾ പറയാം, 100 പേരുടെ നമ്പർ ഉണ്ട്. ഈ 100 പേരെ നേരെ തിരിച്ച് കാണിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും, കസ്റ്റം ഓഡിയൻസ് എന്ന് പറയും. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിസിറ്റ് ചെയ്തവര്, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തവര്, അല്ലെങ്കിൽ 100 പേരുടെ ഡാറ്റ ഉണ്ട്, ഇവരെ നേരെ ഇവരെ തന്നെ ആഡ് കാണിക്കുന്നതിന് ആ ഓഡിയൻസിന് എന്താ പറയുക, കസ്റ്റം ഓഡിയൻസ്. ഈ 100 പേരുടെ നമ്പർ അല്ലെങ്കിൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തവർ, ഇൻസ്റ്റാഗ്രാം വിസിറ്റ് ചെയ്തവർ, ഇവരുടെ അതേ സ്വഭാവമുള്ള പുതിയ ആൾക്കാരെ കാണിക്കുന്നതാണ് നമ്മൾ ലുക്ക് അലൈക്ക് ഓഡിയൻസ് എന്ന് പറയുന്നത്. ലുക്ക് അലൈക്ക് ഓഡിയൻസ്. ലുക്ക് അലൈക്ക് ഓഡിയൻസ് പറഞ്ഞാൽ നമ്മളെയുള്ള കസ്റ്റം ഓഡിയൻസിൻ്റെ അതേ സ്വഭാവമുള്ള പുതിയ ആൾക്കാരെ കാണിക്കുന്നതാണ് ലുക്ക് അലൈക്ക് ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത് വെച്ചാൽ, നിങ്ങളൊരു ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്
ഇവിടെ നമ്മൾ ഏജും ജെൻഡറും കൊടുക്കുന്ന ഓപ്ഷൻ ഇല്ല ആഡ് സ്റ്റുഡൻസ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഏജ്, ജെൻഡർ, ഡീറ്റെയിൽ ടാർഗറ്റിംഗ് അല്ലേ, ഇതിൻ്റെ കുറച്ച് മേലുണ്ട് ക്രിയേറ്റ് ന്യൂ. ഈ ക്രിയേറ്റ് ന്യൂവിലുണ്ട് 2 ഓപ്ഷൻ. റീച്ച് കസ്റ്റം ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തവരെ തിരിച്ച് കാണിക്കുക. റീമാർക്കറ്റിംഗ്, റീടാർഗറ്റിംഗ്. ഇപ്പോൾ നിങ്ങൾ ഒരു പർട്ടിക്കുലർ പേജിൽ വന്നവരെ തിരിച്ച് കാണിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ആഡ് ടു കാർഡിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പരസ്യം എപ്പോഴും ഇൻസ്റ്റൽ ഫേസ്ബുക്ക് ഇതന്നെ പരിപാടി. ഓക്കെ, അപ്പോൾ അത് കസ്റ്റം ഓഡിയൻസ്. ലുക്കലേക്ക് എന്ന് പറഞ്ഞാൽ കസ്റ്റം ഓഡിയൻസിൻ്റെ അതേ സ്വഭാവമുള്ള പുതിയ ആൾക്കാരെ കാണിച്ചു കൊടുക്കുക. അതാണ് ലുക്കലേക്ക്. അപ്പോൾ കസ്റ്റം ഓഡിയൻസിനെ സെലക്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ കസ്റ്റം ഓഡിയൻസ് സെലക്ട് ചെയ്താൽ എന്താ അർത്ഥം? ഇവരെ തിരിച്ച് കാണിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഏതല്ലേ? വെബ്സൈറ്റ്. വെബ്സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ വന്നവരെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു കോഡ് കൊണ്ടുപോയി ഇടണം. ഓക്കെ, അത് നമ്മൾ നാളെ ചെയ്യും. കസ്റ്റമർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കസ്റ്റമർ ലിസ്റ്റ് പോയി, നെക്സ്റ്റ് പോയി ഒരു ഡൗൺലോഡ് ഫയൽ ടെംപ്ലേറ്റ് ഉണ്ട്. ഈ ഫയൽ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംഭവം ചെയ്തു. ഇപ്പോൾ ഡൗൺലോഡായി ഒരു എക്സൽ ഷീറ്റ്, സ്പ്രെഡ്ഷീറ്റില്ലേ, അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു കോളത്തിൽ എന്ത് ചെയ്യുക? നെയിമും ഫോൺ നമ്പറും. അതിൽ ഫോൺ നമ്പർ മാത്രമാണ്, ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് അടിയിലേക്ക് ഫോൺ നമ്പർ ഫുള്ള് കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ഫയൽ സേവ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ഫയൽ മനസ്സിലായോ? അപ്ലോഡ് ഫയൽ അപ്ലോഡ് ചെയ്ത് നെക്സ്റ്റ് പോയിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫയലിലുള്ള 10 നമ്പറോ 1000 നമ്പറിലോട്ടോ അവരുടെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ആഡ് ചെയ്യണം. ഈ നമ്പറിലായിരിക്കും മിക്കവാറും അവരുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അവർ തിരിച്ചറിയിക്കുന്നത്. മെയിൽ ഐ ഡി ആണെങ്കിൽ അങ്ങനെ. അതാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ ഇതാണ് കസ്റ്റമർ ലിസ്റ്റ്. ആപ്പ് ആക്ടിവിറ്റി പറഞ്ഞാൽ നമുക്ക് ആപ്പ് വേണം, ആപ്പ് ഇൻട്രാക്ട് ചെയ്തവർ. വീഡിയോ എന്ന് പറഞ്ഞാലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വീഡിയോ പോയി നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, പീപ്പിൾ ഹു ഹാവ് വ്യൂഡ് അറ്റ്ലീസ്റ്റ് 3 seconds ഓഫ് യുവർ വീഡിയോ. ഒരു വീഡിയോ 3 സെക്കൻഡ് വ്യൂ ചെയ്തവർ, അറ്റ്ലീസ്റ്റ് 10 സെക്കൻഡ്, ഏതൊരു കംപ്ലീറ്റഡ് ഫുള്ളായി കണ്ടവർ, 25% കണ്ടവർ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ വീഡിയോ സെലക്ട് ചെയ്യണം. നമ്മൾ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലിട്ടോ റീലില്ലേ, ആ റീൽ നല്ല റീച്ച് ആയിട്ടുള്ളവരുണ്ടാവില്ലേ, അത് അവർക്ക് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ആഡ് തിരിച്ച് കാണിക്കാൻ പറ്റും. നമ്മൾ തിരിച്ച് കാണിക്കാന്നുള്ളത് കസ്റ്റമർ ഓഡിയൻസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് തിരിച്ച് കാണിക്കുക. റീമാർക്കറ്റിംഗ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി. ദെൻ ഡൺ കൊടുത്തിട്ട് കംപ്ലീറ്റ് സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ റീല് കണ്ടവരൊക്കെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് കാര്യങ്ങൾ കാണിക്കാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിസിറ്റ് ചെയ്തവരെ തിരിച്ച് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. ഓക്കെ, പീപ്പിൾ ഹു എൻഗേജ് വിത്ത് പ്രൊഫഷണൽ അക്കൗണ്ട്, നമ്മൾ അക്കൗണ്ട് വിസിറ്റ് ചെയ്തവർ, സ്റ്റാർട്ടഡ് ഫോളോയിങ് ചെയ്തവർ, പീപ്പിൾ ഹു വിസിറ്റേഴ്സ് പ്രൊഫഷണൽ അക്കൗണ്ട് പ്രൊഫൈൽ, ജസ്റ്റ് പ്രൊഫൈൽ വിസിറ്റ് ചെയ്തവർ, ഏതെങ്കിലും പോസ്റ്റിൽ എൻഗേജ് ചെയ്തവർ, കമൻ്റ് അടിച്ചവർ, ലൈക്ക് അടിച്ചവരൊക്കെ, പീപ്പിൾ ഹു സെൻഡ് മെസ്സേജ് ടു നമ്മുടെ പ്രൊഫഷണൽ അക്കൗണ്ട് മെസ്സേജ് അയച്ചവർ, ഇവർക്കൊക്കെ തിരിച്ചറിയാൻ പറ്റും ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് എൻക്വയറി ചെയ്തവരായിരിക്കും കുറേ പേര് മെസ്സേജസിലുണ്ടാവുക. അപ്പോൾ അവരൊക്കെ തിരിച്ച് വീണ്ടും കാണിച്ചിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യുക? സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഹൂ സേവ്ഡ് എനി പോസ്റ്റ്, ഏതെങ്കിലും പോസ്റ്റ് സേവ് ചെയ്യേ അങ്ങനെ തന്നെ അവരും തിരിച്ച് ആഡ് കാണിക്കാൻ പറ്റും. 365 റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 365 ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ ഇൻസ്റ്റയിൽ 365 ദിവസം ബാക്കിലോട്ട് ഇത്രയും വിസിറ്റ് ചെയ്ത ആൾക്കാരെ കാണിക്കാൻ പറ്റും. ദെൻ ഓഡിയൻസിന് നെയിമും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് ഓഡിയൻസ് പോയിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാമ്പയിൻ കാണിക്കാൻ പോകുന്നത് ആരായിരിക്കും? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിസിറ്റ് ചെയ്തവരായിരിക്കും. ലീഡ് ഫോം ഫില്ല് ചെയ്തവർ, ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്തവർ, ഇൻസ്റ്റാഗ്രാം എക്സ്പീരിയൻസ് ഇപ്പം അല്ല, അതേപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിസിറ്റ് ചെയ്തവർ, ഫേസ്ബുക്ക് പേജ്, വീഡിയോ, കസ്റ്റമർ ലിസ്റ്റ്, വെബ്സൈറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, വെബ്സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു കോഡ് കൊണ്ടുപോയി സൈറ്റിൽ കൊണ്ടുപോയിടണം. ഇപ്പോൾ ഇവിടെ നെക്സ്റ്റ് പോയി നോക്കിയാൽ ഇവിടെ കാണാം ഇങ്ങനെയല്ല വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കോഡ് കൊണ്ടുപോയി സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡ് ഒന്ന് എഴുതി വെക്കുന്നത് നാളെ ചെയ്യാം. അതായത് ഡാറ്റ സോഴ്സസിൻ്റെ താഴെ ഇത് എഴുതി വെച്ചോ. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് വെബ്സൈറ്റ് റീമാർക്ക് ചെയ്യും. ബാക്കി ഓപ്ഷനൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് വേറെ പരിപാടിയൊന്നും ചെയ്യണ്ട. ഈ വെബ്സൈറ്റിൻ്റെ റീമാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ മെറ്റയുടെ അതായത് വെബ്സൈറ്റിൽ വരുന്നവരൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യണ്ടേ, അത് സേവ് ചെയ്യണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് ഡാറ്റ സോഴ്സസിൻ്റെ താഴെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ബിസിനസ് മാനേജർ ഓപ്പൺ ചെയ്യാം. എന്താണ് ബിസിനസ് മാനേജർ ഓപ്പൺ ചെയ്യാം. ബിസിനസ് മാനേജറിൻ്റെ ലെഫ്റ്റ് സൈഡ് ഡാറ്റ സോഴ്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ ഉള്ളിൽ ബിസിനസ് മാനേജർ ഡാറ്റ സോഴ്സസിൻ്റെ ഉള്ളിൽ ഡാറ്റ സെറ്റ്സ് ആൻഡ് പിക്സൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്തുണ്ടാവാം. ഡാറ്റ സെറ്റ്സ് ആൻഡ് പിക്സൽസ്. ഇത് എടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റ. ഇപ്പോൾ വെബ്സൈറ്റ് മൊത്തം വിസിറ്റ് ചെയ്തവരൊരു ഡാറ്റ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേജ് വിസിറ്റ് ചെയ്തവരൊരു ഡാറ്റ, അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ഫുൾ വെബ്സൈറ്റിലോട്ട് വരുന്ന ഒരു ഡാറ്റ സെറ്റാണ്. അതായത് ഏത് പേജ് വിസിറ്റ് ചെയ്താലും തിരിച്ച് റീമാർക്കറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാറ്റ സെറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ആഡ് കൊടുക്കും. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നെയിം കൊടുക്കാനുണ്ട് അല്ലേ, ഒരു ഡാറ്റ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ നെയിം ഓൾ വെബ്സൈറ്റ് വിസിറ്റേഴ്സിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഓക്കെ, ദെൻ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ചോദിക്കുന്നത് ഈ ഡാറ്റ സെറ്റ് ഏത് ആഡ്സ് മാനേജറിലോട്ട് കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഡാറ്റ സെറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ബിസിനസ് മാനേജറിൻ്റെ ഉള്ളിലല്ലേ. ഈ ആഡ് ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ചോദിക്കുകയാണ് ഏത് ആഡ് അക്കൗണ്ടിലാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആഡ് അക്കൗണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ് അക്കൗണ്ടില്ലേ കമ്പനിയുടെ, അതിവിടെ കാണിക്കും. അത് സെലക്ട് ചെയ്യുക ആഡ്സ് മാനേജർ, എന്നിട്ട് നെക്സ്റ്റ് പോവാം. അപ്പോൾ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആയി. ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. രണ്ട് സംഭവമുണ്ട്. B360 ഓൾ വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നോ ഡാറ്റ കണ്ടിട്ടുണ്ട്. B360 ഓൾ വെബ്സൈറ്റ് വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തു പിക്സൽ വെച്ച് കണക്ട് ചെയ്യാന്നാണ് പ്ലാൻ. അപ്പോൾ പിക്സൽ ഈ ഒരു ഐക്കൺ കണ്ടോ, ഈ ഒരു ഐക്കൺ ബേസ് ചെയ്തിട്ട് നമ്മൾ B360 ഓൾ വെബ്സൈറ്റ് വിസിറ്റേഴ്സ് പറഞ്ഞ് ഇത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് പിക്സൽ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിക്സൽ ഈസ് നോട്ട് റിസീവിങ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഗോ ടു ഇവൻറ്റ്സ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇവൻറ്റ്സ് മാനേജറിലോട്ട് പോയി. ഇങ്ങനെ വന്നു. ഇത് വന്നതിന് ശേഷം താഴെ കണ്ടോ കുറേ ഓപ്ഷൻസ് ഉണ്ട്. യുവർ ഡാറ്റ ഹാസ് ബീൻ റിസീവ്ഡ് എനി ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് ഗ്യാദർ വെബ്സൈറ്റ് ഇവൻറ്റ്സ് ഫ്രം ബ്രൗസർ ആക്ടിവിറ്റി എന്ന്. അതിൻ്റെ താഴെ കണ്ടോ സെറ്റപ്പ് മെറ്റ പിക്സൽ, അത് ക്ലിക്ക് ചെയ്യുക. സെറ്റപ്പ് മെറ്റ പിക്സൽ. അപ്പോൾ ചോദിക്കുന്നത് ഇൻസ്റ്റാൾ കോഡ് മാനുവലി ആണോ ചെക്ക് ഫോർ പാർട്ട്ണർ ആണെന്നുണ്ടാവും. അവിടെ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ കോഡ് മാനുവലി എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. കോഡ് കിട്ടി, സൈറ്റിൽ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുപോയിടുക, ഏതെങ്കിലും ടൂള് പഠിച്ചിക്കണോ സൈറ്റിൽ കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട്? കോഡൊക്കെ സൈറ്റിൽ കൊണ്ടുപോയിടാൻ ഏതാ ടൂള്? ഗൂഗിൾ ടാഗ് മാനേജർ. അപ്പോൾ ഗൂഗിൾ ടാഗ് മാനേജറിൽ പോയിട്ട് ടാഗ്സ് പോയിട്ട് ന്യൂവിൽ പോയിട്ട് മെറ്റ റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ട് കസ്റ്റം HTML എടുക്കുക. ടാഗ് കോൺഫിഗറേഷൻ്റെ ഉള്ളിൽ നമ്മൾ സ്കീമ ചെയ്തല്ലേ, അതെ, ട്രിഗറിങ് ഓൾ പേജസ്.
അല്ല ടാഗ് മാനേജർ യൂസ് ചെയ്ത് പഠിച്ചു, മൈക്രോസോഫ്റ്റ് ഫ്ലാറ്റ് ചെയ്ത് പഠിച്ചില്ലേ? അല്ല ടാഗ് മാനേജർ ഇംപ്ലിമെന്റ് ചെയ്തില്ലേ? മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി എന്ന് പറഞ്ഞൊരു ടൂള് ലിങ്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. പറയാം. അപ്പോൾ ഇത് കോപ്പി ചെയ്തിട്ട് ഇനി നേരെ നമ്മൾ സൈറ്റിലാണ് ഇത് കൊണ്ടുപോയിടേണ്ടത്. സൈറ്റിൽ കൊണ്ടുപോയിടുന്നതിന് പകരം നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജറിൽ എന്ത് ചെയ്താൽ മതി, ഇത് കൊണ്ടുപോയി ഇട്ടാൽ മതി. അത് ഞാൻ നിങ്ങളേൽ കാണിക്കാം.